ഹലോ സ്റ്റുഡൻസ്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മാനേജൽ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിനെ പറ്റിയാണ്. അതിൻ്റെ എക്കണോമിക്സിൻ്റെ പാർട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തത് മാനേജൽ എക്കണോമിക്സിലേക്ക് നമ്മൾ പോവുകയാണ്. മാനേജൽ എക്കണോമിക്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് തിയറീസ് ആൻഡ് അനാലിറ്റിക്കൽ ടൂൾസ് ഇൻ മാനേജർ ഡിസിഷൻ മേക്കിംഗ്. It is a study of allocation of scarce resources available to a firm among various business activities like production, marketing, etc. ഒരു സ്ഥാപനത്തിന് ആവശ്യമായ പ്രൊഡക്ഷനും മാർക്കറ്റിങ്ങിനൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്കേഴ്സ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട പഠനമാണ് മാനേജർ എക്കണോമിക്സിൽ പറയുന്നത്. ഇറ്റ്സ് എ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് അപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് തിയറീസ് ഇൻ മാനേജൽ പ്രാക്ടീസ്. ഒന്നുകൂടി മാറ്റി പറയുകയാണെങ്കിൽ എക്കണോമിക് തിയറീസ് മാനേജറിൽ വർക്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതാണ് മാനേജൽ എക്കണോമിക്സിൽ പറയുന്നത്. അത് ചുരുക്കി പറഞ്ഞാൽ മാനേജ്മെൻറ്റും പ്ലസ് എക്കണോമിക്സ് തിയറീസ്, ഇതാണ് മാനേജൽ എക്കണോമിക്സിൽ വരുന്നത്. അത് ഡെഫിനിഷനിലേക്ക് പോവാണ്. സ്പെൻസർ ആൻഡ് സീഗൽമാൻ നൽകിയ ഒരു ഡെഫിനിഷൻ ഡിഫൈൻഡ് മാനേജൽ എക്കണോമിക്സ് ആസ് ദ integration of economic theory with business practice for the purpose of facilitating decision making and forward planning by the management. അതായത് ഇവിടെ പറയുന്നത് ഇൻറ്റഗ്രേഷൻ എന്നാണ് പറയുന്നത്. ഇൻറ്റഗ്രേഷൻ മീൻസ് കൂട്ടിയോജിപ്പിക്കുക. എക്കണോമിക് തിയറീസും അതേപോലെ തന്നെ മാനേജ്മെൻറ്റും അത് രണ്ടും കൂടി കൂട്ടിയോജിപ്പിക്കുക. എന്തിൻ്റെ ആവശ്യത്തിന്? ബിസിനസ് പ്രാക്ടീസിന് വേണ്ടിയിട്ട്, അതായത് ബിസിനസ്സിന് ഡിസിഷൻ എടുക്കാനും പ്ലാനിങ്ങിനും വേണ്ടിയിട്ട് എക്കണോമിക് തിയറീസും അതേപോലെ തന്നെ മാനേജ്മെൻറ്റും കൂട്ടിയോജിപ്പിക്കുന്ന ആ ഒരു ടേം, അതിന് പറയുന്ന പേരാണ് മാനേജൽ എക്കണോമിക്സ്. അടുത്ത് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോകാം. മാനേജൽ എക്കണോമിക്സിൻ്റെ ഒന്നാമത്തത് ഇറ്റ് ഈസ് മൈക്രോ എക്കണോമിക് ഇൻ നാച്ചർ. അതായത് ഒരു മൈന്യൂട്ടായിട്ടുള്ള ഭാഗങ്ങളിലേക്കാണ്. മൈക്രോ മീൻസ് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് എക്കണോമിക്സിൽ തന്നെ വളരെ ചുരുക്കം. അതായത് ഇവിടെ പറയുന്നത് നമ്മൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്കാണ് ഈ മാനേജൽ എക്കണോമിക്സ് പോകുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഫേമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആണ്. രണ്ടാമത് ലാർജറി യൂസ്ഡ് എക്കണോമിക് കൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്കണോമിക് കൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസൊക്കെ ഇതിൽ ചില തത്വങ്ങളും റൂൾസൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാമത്തത് മാനേജൽ എക്കണോമിക്സ് ഈസ് പ്രാഗ്മാറ്റിക് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ്. അതായത് തിയറി ടൈപ്പ് അല്ല, ഇതിൽ ആപ്ലിക്കേഷൻ ടൈപ്പാണ് മാനേജൽ എക്കണോമിക്സ്. ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ആപ്ലിക്കേഷനാണ്. അടുത്തത് നാലാമത്തത് മാനേജൽ എക്കണോമിക്സ് ബിലോങ്സ് ടു നോർമാറ്റീവ് സയൻസ് അല്ലെങ്കിൽ ഗുഡ് ആൻഡ് ബാഡ്. അതായത് നോർമാറ്റീവ് സയൻസ് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യത്തിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും രണ്ടും ചെക്ക് ചെയ്യുന്ന ഒരു ടേമിനാണ് നോർമാറ്റീവ് സയൻസ് എന്ന് പറയുന്നത്. മാനേജൽ എക്കണോമിക്സും അതേ ടൈപ്പാണ്. അതായത് നമ്മൾ പ്ലസ് നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഓരോ ടേം എടുക്കുന്ന സമയത്തും നമ്മൾ ചെക്ക് ചെയ്യും. അത് നമുക്ക് ഫ്യൂച്ചറിൽ മനസ്സിലാവും. അടുത്തത് മാനേജൽ എക്കണോമിക്സ് ഈസ് എ റിയലിസ്റ്റിക് വൺ. അതായത് ഇതൊരു ഊഹങ്ങളൊന്നുമല്ല, റിയൽ ലൈഫിലുള്ള ചില കാര്യങ്ങളാണ് മാനേജൽ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് മാനേജൽ എക്കണോമിക്സ് ഈസ് മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ്. നമ്മൾ പ്രധാനപ്പെട്ട പേരിൽ തന്നെ പറയുന്നത് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് മാനേജൽ എക്കണോമിക്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് മാനേജൽ എക്കണോമിക്സ് ഈസ് മൾട്ടി ഡിസിപ്ലിനറി. ഡിസിപ്ലിൻ മീൻസ് ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റാണ്. അതായത് ഒന്നിൽ കൂടുതൽ സബ്ജക്ട്സിൽ നമ്മൾ മാനേജൽ എക്കണോമിക്സിൽ ഡീൽ ചെയ്യുന്നത്. അതായത് നമുക്ക് ഇനി കുറച്ച് മുന്നോട്ട് പറയാനുള്ളതാണ്. അതായത് ഇതിൽ നമ്മൾ എക്കണോമിക്സ് പറയുന്നുണ്ട്, മാത്സ് പറയുന്നുണ്ട്, അക്കൗണ്ടൻസി പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സബ്ജക്ട്സ് നമ്മൾ മാനേജൽ എക്കണോമിക്സിൽ ഡീൽ ചെയ്യുന്നുണ്ട്. അടുത്തത് ഇറ്റ് ഗിവ്സ് ഇമ്പോർട്ടൻസ് ടു ദ സ്റ്റഡി ഓഫ് നോൺ എക്കണോമിക് വേരിയബിൾസ്. എക്കണോമിക്കൽ അല്ലെങ്കിൽ സാമ്പത്തികേതര കാര്യങ്ങളിലും കൂടി മാനേജൽ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്. അതായത് ഒന്നാമത് പറയാം നമുക്ക്. ക്യാരക്ടറിസ്റ്റിക്സ് മൈക്രോ എക്കണോമിക് ആണ്. കൺസെപ്റ്റ് ആൻഡ് എക്കണോമിക് കൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യുന്നു. പ്രാഗ്മാറ്റിക് ആണ്. നോർമാറ്റീവ് സയൻസ് ആണ്. റിയലിസ്റ്റിക് വൺ ആണ്. മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണ്. മൾട്ടി ഡിസിപ്ലിനറി ആണ്. അതുപോലെ തന്നെ ഗിവ്സ് ഇമ്പോർട്ടൻസ് ടു ദ സ്റ്റഡി ഓഫ് നോൺ എക്കണോമിക് വേരിയബിൾസ്. ഇത്രയും കാര്യങ്ങളാണ് ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അടുത്ത സ്കോപ്പിലേക്ക് നമുക്ക് പോകാം. സ്കോപ്പ് ഓഫ് മാനേജൽ എക്കണോമിക്സ് അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സ്. അതിൻ്റെ എത്രത്തോളം സ്കോപ്പ്, എത്രത്തോളം ഏരിയാസ് ഇതിൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒന്നാമത്തത് ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോക്കസ്റ്റിംഗ്.
The demand for the firm product would change in response to change in price, consumers' income, his taste, etc., which are the determinants of demand. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് അതെന്ത് ചെയ്യും, കസ്റ്റമറിൻ്റെ ഇൻകം, ടേസ്റ്റ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് മാറ്റം വന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും ഫിക്സഡ് ഡിമാൻഡ് ആയിരിക്കില്ല ഒരു പ്രൊഡക്റ്റിന്, അത് മാറിക്കൊണ്ടേയിരിക്കും. അത് പല ഘടകങ്ങളും അതിന് വരുന്നുണ്ട്. A study of the determination of demand is necessary for forecasting future demand of the product. അപ്പോൾ അതിനുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി ഡിമാൻഡിനെ പറ്റി പഠനം നടത്തണം. എന്നാലേ നമുക്ക് പ്രൊഡക്റ്റ് കൃത്യമായിട്ട് മാർക്കറ്റിൽ ഇറക്കാൻ പറ്റും. അപ്പോൾ അതിന് മാനേജർ എക്കണോമിക്സിൽ ഡിമാൻഡിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. രണ്ടാമത് കോസ്റ്റ് അനാലിസിസ്, അതായത് ചിലവുകളെ പറ്റി കോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു പഠനമാണ്. എസ്റ്റിമേഷൻ ഓഫ് കോസ്റ്റ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് മാർജിനൽ പ്രോബ്ലം. The factors causing variations of cost must be found out and allowed for it management to arrive at cost estimates. This will help to more effective planning and sound pricing practices. അതായത് കൃത്യമായി കോസ്റ്റിനെ പറ്റി നമ്മൾ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. അതിൽ വേരിയേഷൻസ് ഒക്കെ വരുന്ന കാര്യങ്ങൾ, കോസ്റ്റിൽ മാറ്റം വരുന്നതൊക്കെ ഏതിൽ കൊണ്ടാണെന്നൊക്കെ നമ്മൾ പഠിക്കണം. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായ പ്ലാനിങ് വെക്കണം. അതായത് കൃത്യമായി കോസ്റ്റിനെ പറ്റി പഠിച്ചില്ലെങ്കിൽ കുഴപ്പമെന്ന് വെച്ചാൽ ചിലവ് വല്ലാണ്ട് കൂടി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ പ്രോഫിറ്റിനെ അത് ബാധിക്കും. അപ്പോൾ കോസ്റ്റിനെ പറ്റി പഠിക്കുക എന്നുള്ളത് എക്കണോമിക്സിൻ്റെ, മാനേജർ എക്കണോമിക്സ് അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സിൻ്റെ സ്കോപ്പിൽ വരുന്നതാണ്. മൂന്നാമത്തത് പ്രൈസിങ് ഡിസിഷൻ. The firm aim to profit which depends upon the concentrates in connection with pricing decision. The pricing is an important areas of managerial economics. Theories regarding price fixation help the firm to solve the price fixing problem. അതായത് ഏതൊരു ഫേമിൻ്റെയും പ്രധാനപ്പെട്ട ലാഭം കണ്ടെത്തുന്ന ഒരു മേഖലയാണ് പ്രൈസ്, പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്നാണ്. അപ്പോൾ പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് പല തിയറീസും യൂസ് ചെയ്തുകൊണ്ട് മാനേജർ എക്കണോമിക്സിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റും. പ്രൈസ് വളരെ കൂടാനും പാടില്ല, തീരെ കുറയാനും പാടില്ല. അപ്പോൾ ആ രീതിയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് എക്കണോമിക്സ് അല്ലെങ്കിൽ മാനേജർ എക്കണോമിക്സ് നടത്തുന്നുണ്ട്. ആസ് എ പ്രോഫിറ്റ് അനാലിസിസ്, ബിസിനസ് ഫേംസ് വർക്കിംഗ് ഫോർ ദ പ്രോഫിറ്റ് ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് ഓഫ് സക്സസ്. ബട്ട് firms working under conditions of uncertainty, profit planning become necessary under the conditions of uncertainty. അതായത് ഏതൊരു ബിസിനസ്സും അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കൂട്ടണമെങ്കിൽ ഏത് ബിസിനസ്സും ലാഭം ഉണ്ടാക്കുന്നതോടുകൂടിയാണ് സക്സസ്ഫുൾ എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ബിസിനസ് ഫ്യൂച്ചറിൻ്റെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഫ്യൂച്ചർ എന്ന് വെച്ചാൽ എപ്പോഴും എന്താണ്, അൺസർട്ടൻ ആണ്, നമുക്ക് കൃത്യമായി പ്രവചിക്കാൻ പറ്റാത്തതാണ്. അപ്പം അങ്ങനെയുള്ള ഫ്യൂച്ചറിൽ കൃത്യമായി പ്രോഫിറ്റ് കണ്ടെത്താനുള്ള അതിനെപ്പറ്റിയുള്ള ഒരു പഠനം നടത്തുക എന്നത് ബിസിനസ് എക്കണോമിക്സിലെ മാനേജർ എക്കണോമിക്സിൻ്റെ ഭാഗമാണ്. അടുത്ത അഞ്ചാമത്തത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ദ ബിസിനസ് മാനേജേഴ്സ് ഹാവ് ടു ടേക്ക് വെരി ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് റിലേറ്റിംഗ് ടു ദ ഫേംസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഏതൊരു ബിസിനസ്സിൻ്റെയും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, മൂലധനത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൃത്യമായി പഠനം നടത്തണം. ദ മാനേജർ ഹാസ് ടു കാൽക്കുലേറ്റ് കറക്റ്റ്ലി ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ടു പ്രോപ്പർലി അലോക്കേറ്റ് ദ ക്യാപിറ്റൽ. കൃത്യമായി എത്ര ക്യാപിറ്റൽ ആവശ്യമുണ്ടെന്ന് നമ്മൾ കൃത്യമായിട്ട് മുൻകൂട്ടി മാനേജേഴ്സ് തീരുമാനിക്കണം. എന്നിട്ട് അത് കൃത്യമായി അത് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യണം. അതായത് ഓവറായിട്ട് ക്യാപിറ്റൽ ആകാനും പാടില്ല, തീരെ കുറഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ കൃത്യമായ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടണം. അതിന് റിട്ടേൺ കിട്ടുമോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. Success of the firm depends upon the proper analysis of capital project and select the best one. കൃത്യമായ പ്രൊജക്റ്റ് കണ്ടെത്തി അത് സെലക്ട് ചെയ്യാനുള്ളത് ഏതൊരു ബിസിനസ്സിൻ്റെയും പ്രധാനപ്പെട്ട ഘടകമാണ്. അത് പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ അനാലിസിസ്. പ്രൊഡക്ഷൻ അനാലിസിസ് പ്രൊസീഡ്സ് ഇൻ ഫിസിക്കൽ ടേംസ് വൈൽ കോസ്റ്റ് അനാലിസിസ് പ്രൊസീഡ്സ് ഇൻ മോണിറ്ററി ടേംസ്. അതായത് ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് അനാലിസിസിൽ പ്രധാനപ്പെട്ട പ്രൊഡക്ഷൻ അനാലിസിസിലാണ് നോക്കുന്നത്. അതായത് ഫിസിക്കൽ എത്ര സാധനങ്ങൾ നമുക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പഠിക്കുന്നത്. കോസ്റ്റ് അനാലിസിസ് നമ്മൾ മോണിറ്ററി വാല്യൂയിലെ മണി വാല്യൂ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് സപ്ലൈ അനാലിസിസ് ആണ് സപ്ലൈ ഷെഡ്യൂൾ, കർവ്. അതുപോലെ തന്നെ നമ്മൾ സപ്ലൈ അനാലിസിസും ഇവിടെ നടത്തുന്ന പ്രൊഡക്ഷൻ സപ്ലൈ അനാലിസിസ് രണ്ടും ഏകദേശം ഒരേപോലെ തന്നെ കാര്യങ്ങളാണ്. സപ്ലൈയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ യൂസ് ചെയ്യുന്നത് സപ്ലൈ ഷെഡ്യൂൾ, കർവ് ആൻഡ് ഫംഗ്ഷൻ, ലോ ഓഫ് സപ്ലൈ, ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ആൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സപ്ലൈ. ഇതൊക്കെ നോക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ അനാലിസിസ് നടത്തും. ഇത്രയും കാര്യങ്ങളാണ് സ്കോപ്പിൽ വരുന്നത്. ഒന്നുകൂടി പറയാം. സ്കോപ്പിൽ വരുന്ന കാര്യങ്ങൾ:
ഒന്ന് ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, കോസ്റ്റ് അനാലിസിസ്, പ്രൈസിംഗ് ഡിസിഷൻ, പ്രോഫിറ്റ് അനാലിസിസ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ അനാലിസിസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി പറയുകയാണ്. എന്താണ് മാനേജറിയൽ എക്കണോമിക്സ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി പറഞ്ഞു, സ്കോപ്പിനെ പറ്റിയും നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു.